മാജിക് ഫ്രെയിംസ് ലിസ്റ്റിന്റെ ആദ്യ സിനിമ ട്രാഫിക്കാണ്. അന്ന് ഇദ്ദേഹം മലയാള സിനിമയിലെ ഏറ്റവും പ്രായം കുറഞ്ഞ പ്രൊഡ്യൂസറാണെന്ന് പറഞ്ഞ അഹങ്കാരത്തോടുകൂടെ എപ്പോഴും പറയുമായിരുന്നു. ഇപ്പം എത്ര വർഷമായി ഇപ്പോൾ കഴിഞ്ഞിട്ട്? 15 വർഷത്തോളമായി. ഇപ്പോൾ ട്രാഫിക് എന്ന സിനിമയിൽ തുടങ്ങിയ ആ ഒരു കൂട്ടുകെട്ട് ഇപ്പോൾ മാജിക് ഫ്രെയിംസിന്റെ കൂടെ ഉദയ പിക്ചേഴ്സും കൂടെ ചേരുമ്പോൾ അതൊരു ദുരൂഹ സാഹചര്യത്തിനപ്പുറം അത് ഏറ്റവും നല്ല ഒരു സന്തുഷ്ടമായ ഒരു സാഹചര്യമായിട്ട് മാറും എന്നുള്ളൊരു വിശ്വാസമുണ്ട്. കാരണം നല്ല സിനിമകളുടെ കൂടെ എന്നും നിലനിന്നിട്ടുള്ള അത് വേണമെന്ന് ആഗ്രഹിച്ചിട്ടുള്ള ഒരു നിർമ്മാതാവാണ് ലിസ്റ്റിൻ. അപ്പം അതുകൊണ്ട് തന്നെ ഈ ഒരു അവസരത്തിൽ ഇതിനു മുമ്പ് ഞാൻ ചെയ്ത എന്നാത്താം കേസോട് എന്ന സിനിമയുടെ സംവിധായകനോടൊപ്പം രതീഷ് പാലേഷ് പൊതുവാരോടൊപ്പം വീണ്ടും ഈ സിനിമയുമായിട്ട് വരുമ്പോൾ തീർച്ചയായിട്ടും എന്തെങ്കിലും പുതുമയുള്ള കാര്യം ഇതുവരെ ഞാൻ ചെയ്യാത്ത അല്ലെങ്കിൽ ഞങ്ങളിൽ പലരെയും ഇതിനു മുമ്പ് കാണാത്ത രീതിയിൽ അവതരിപ്പിക്കാനുള്ള ഒരു കഴിവ്, ഒരു നാക്ക് രതീഷിനുണ്ട്. അത് തീർച്ചയായിട്ടും ഈ സിനിമയിൽ കാണാനായിട്ട് സാധിക്കും. എന്തെങ്കിലും രീതിയിലുള്ള വ്യത്യസ്തതകൾ കൊണ്ടുവരാനായിട്ടുള്ള ആത്മാർത്ഥമായ ശ്രമം ഈ സിനിമയിൽ നടന്നിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ ആ ഒരു എന്താ പറയുക, ഒരു ക്വിക്നെസ് അത് ഈ സിനിമയിലുണ്ടാവും. അത് വളരെ എന്റർടൈനിങ് ആയിട്ടുള്ള രീതിയിൽ നിങ്ങളിലേക്ക് എത്തിക്കാനായിട്ടാണ് ശ്രമിച്ചിട്ടുള്ളത്. എല്ലാവർക്കും നമസ്കാരം. ഹലോ. നമ്മുടെ ട്രെയിലർ കാണാൻ വേണ്ടി കാത്തിരുന്ന എല്ലാവർക്കും നന്ദി. കൂടുതലൊന്നും പറയുന്നില്ല. ഈ പടത്തിന്റെ ഭാഗമാകാൻ പറ്റിയ സന്തോഷം. രതീഷ് എന്ന പടത്തിൽ അഭിനയിക്കണം ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. എന്നാത്താം കേസോട് കണ്ടതിന് ശേഷം, ആൻഡ്രോയിഡ് കുഞ്ഞപ്പനൊക്കെ കണ്ടതിന് ശേഷം. അപ്പം അങ്ങനെ ഒരു അവസരം എനിക്ക് ചാക്കോച്ചനും ലിസിൻ ചേട്ടൻ തന്നു. അതിന് വളരെ സന്തോഷമുണ്ട്. പിന്നെ അതുകൂടാതെ 3 ഡയറക്ടർമാരോടൊപ്പമാണ് ഞാൻ വർക്ക് ചെയ്തത്. ഒന്ന് രതീഷ് ചേട്ടൻ, ദിലീഷ് പോത്തൻ, ചിദംബരം, രാജേഷ് മാധവൻ. ഒരു 4 പേരോടൊപ്പം വർക്ക് ചെയ്യാൻ പറ്റിയൊരു സിനിമയാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെടും എന്ന് വിചാരിക്കുന്നു. എന്തായാലും ട്രെയിലർ ലോഞ്ചിലോട്ട് പോവാം. ഈ സിനിമയില് എന്റെ ഒരു ക്യാരക്ടർ എന്ന് വെച്ചൊരു പോയിന്റില് എന്റെ കാലിന് ഇഞ്ചുറി പറ്റി ഒടിഞ്ഞ് അങ്ങനെ ഒരു ബുദ്ധിമുട്ടുള്ള ഒരു ക്യാരക്ടറാണ്. അപ്പൊ അത് ഷൂട്ട് നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ആ സീൻ ഷൂട്ട് ചെയ്തത് തൊട്ട് മുന്നേ റിയൽ ആയിട്ട് എന്റെ കാലൊന്ന് ഫ്രാക്ചറായി.